എന്റെ അച്ഛനും അമ്മയും എപ്പോ എന്നോട് പറയും മോളെ ലൈഫിൽ ബി ദ ബിഗർ പേഴ്സൺ എന്ന് വെച്ചാ എന്തെങ്കിലും അടിയും പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റേയാൾക്ക് കുറച്ചങ്ങ് താണ് കൊടുത്തേ എന്നിട്ട് അവരെന്നെ ഉണ്ടാക്കിയത് 5 അടി 1 ഇഞ്ചിൽ യൂസ് ചെയ്ത വിരോധാഭാസം ഡോണ്ട് യു ഇതിൽ ഞാൻ എങ്ങോട്ട് താണാലും തറയിൽ മുട്ടും. അത്ര തറയാവൻ തൽക്കാലം ഞാൻ ഉദ്ദേശിച്ചില്ലെങ്കിലോ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജീവിതം അതിൽ ആരെങ്കിലും കോലിട്ട് ഇളക്കാൻ വരുമ്പോൾ നല്ലോണം കലങ്ങിയിട്ടില്ല മോളെ കുറച്ചും കൂടി ഇളക്കുക എന്ന് പറയണായിരിക്കും അല്ലെ. അത്രക്കുള്ള നന്മമരം ഫിഗറൊന്നും ഈ വൃത്തിയായിട്ട ലോകത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ കോലും കൊണ്ട് വരുവാണെങ്കിൽ അത് പിടിച്ച് വാങ്ങിച്ചിട്ട് നല്ല വീക്കങ്ങ് കൊടുക്കും. പണ്ട് എനിക്ക് നോ പറയാൻ ഭയങ്കര മടിയൻ, കാരണം മറ്റേക്ക് വിഷമാവൂലേ. ആ കാരണത്താൽ എന്റെ കാർഡിന്റെ പിന്നെ വരെ പല മനുഷ്യന്മാരും കയ്യിലുണ്ടായി. അങ്ങനെ ഓരോ വഴിക്കും പോയ പൈസ ഇപ്പം കൂട്ടി വെച്ചാല് കുറേ ബിരിയാണി വാങ്ങി തന്നെ. ബിരിയാണിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചില മനുഷ്യന്മാർ ബിരിയാണിയിലെ ഏലക്ക പോലെ നല്ല രസമായിട്ട് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഏലക്ക അങ്ങ് അടിക്കും. ഒരു രസം ഉണ്ടാവില്ല. അത് ബിരിയാണിന്റെ പ്രശ്നമല്ല, ഏലക്കേന്റെയും പ്രശ്നമല്ല. പക്ഷെ രണ്ടും ചേരുമ്പോൾ ഒരു സുഖമില്ല. ബൗണ്ടറീസ് ഇല്ലാത്ത മനുഷ്യന്മാരെ കൊണ്ടാണ് ഞാനിപ്പോ സംസാരിച്ചത്. ചില ആൾക്കാർക്ക് താണു കൊടുത്താല് അവർ കോണകം വരെ അടിച്ചുകൊണ്ട്, പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല ഈ കോണകം നമുക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനത്തെ മനുഷ്യന്മാർ കാരണം ഞാൻ കുറെ കാലം കോണകമില്ലാണ്ട് ജീവിച്ചു. ഇനിയാണ് മനസ്സിലായത് ഒരു ഷഡ്ഡി വാങ്ങിച്ചിട്ടാൽ ആൾക്കാർക്ക് ഊരിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ദാറ്റ് ജെട്ടി ഈസ് സെൽഫ് എസ്റ്റീം. നല്ല ഇരുമ്പിന്റെ ഒരെണ്ണം വാങ്ങിച്ചിടും, ബാക്കിയെല്ലാം ശരിയാവും. ഇതെല്ലാം കേട്ടാൽ ചിലപ്പോൾ ഞാൻ ഹൈ ആയ പോലെയെല്ലാം തോന്നും. പക്ഷെ ദിസ് ഇസ് താത്വികമായ ജീവിത ഷിറ്റ്.